എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും ഒരു സാധനം കണ്ടു. ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. ഇത് തുപ്പൽ പടക്കം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങളെന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ഇതാണ് സാധനം. അപ്പോൾ ഞങ്ങളുടെ മതിലിൻ്റെ സൈഡിൽ നിറയെ ഇട്ടായിട്ടുണ്ട്. അപ്പോൾ കുറേ പറിച്ചു ഞങ്ങളത്. എല്ലാം നടന്ന് പറിച്ചിട്ട് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഒരു നൊസ്റ്റാൾജിയാണ്. പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ എപ്പോഴും പറിച്ച് വെള്ളത്തിലിട്ട് ഇങ്ങനെ പൊട്ടിക്കുമായിരുന്നു. ഇവിടെ ഇപ്പം നിറയെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് അറിയില്ല. അതുകൊണ്ട് ഒന്ന് കാണിച്ചേക്കാമെന്ന് കരുതി. കുറേ നേരം തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ എൻ്റെ അനിയനെയും കൂടെ വിളിച്ചു. അവനും കൂടെ ഉണ്ടായിരുന്നു. മതിലിൻ്റെയൊക്കെ സൈഡിലാണ് ഈ ചെടി കൂടുതലായിട്ടും വളരണത്. എല്ലാ സ്ഥലത്തും കാണാൻ വഴിയില്ല. ചേർക്കെങ്കിലും ഇതൊക്കെ അറിയാമായിരിക്കും. ഇത് ഇവിടെ തുപ്പൽ പടക്കം എന്നാണ് പേര് പറയുന്നത്. ആദ്യം ഒരു പൂവായിട്ട് വരും, അതിനുശേഷം കായ വരും. ഒരു പച്ചക്കളറിലെ കായായിരിക്കും. പിന്നെ ഉണങ്ങി കഴിയുമ്പോഴാണ് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ നമ്മളത് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ പൊട്ടിക്കും. പണ്ട് പിള്ളേർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പം ഞാനും കുറേ എടുത്ത് പൊട്ടിച്ചിട്ടുണ്ട് പണ്ട്. ഇതായിരുന്നു അതിൻ്റെ മെയിൻ സ്പോട്ട്. സ്കൂളിലോട്ട് വരുമ്പോൾ ഓടി വന്ന് ഇവിടെ നിന്ന് പെറുക്കും. അപ്പോൾ ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടി ഇങ്ങനെ പറിച്ചിട്ട് ആർക്കാണ് കൂടുതൽ കിട്ടിയെന്നൊക്കെ നോക്കും. അതുകൊണ്ട് കോമ്പറ്റീഷനാണ് പൊട്ടിക്കാനായിട്ട്. എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് പൊട്ടും എന്നൊക്കെ നോക്കാനായിട്ട്. ആരുടെ പൊട്ടാത്തത് അവർ തോക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ചെടി വരുന്നത്. അങ്ങനെ ഇവിടെയുള്ള എല്ലാം ഞങ്ങൾ പറിച്ചെടുത്തു. പിന്നെ നടന്നു നോക്കുവാണ്. ആ സൈഡിലൊക്കെ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുറേ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ വരുന്നുണ്ട്. ഭാഗ്യത്തിന് ആരും പറിച്ചു കളഞ്ഞില്ല. നാട്ടിലൊക്കെ ഇരുന്നെങ്കിൽ തൊഴിലുറപ്പുകാർ വന്ന് എല്ലാം പറിച്ചു കളയായിരുന്നു. ഇവിടെ പിന്നെ അങ്ങനെയില്ല. നന്നായിട്ട് കാട് പിടിച്ചാൽ മാത്രമേ ഇവർ പറിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് കാണാൻ പറ്റി. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇതിൻ്റെ കണ്ണിൽ പെട്ടത്. പഴയ ഓർമ്മകൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും കിട്ടി. എൻ്റെ അനിയനെയും കൂടെ കാണിച്ചു കൊടുത്തു. അവനും ഇതൊക്കെ അറിയായിരുന്നു. എന്നാലും അവനും കണ്ടിട്ട് കുറേ നാളായി. അപ്പോൾ അവനെയും കൂടെ കാണിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയാണ് കിട്ടിയത്. ഇനി കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് അത് പൊട്ടണത് എങ്ങനെയും കൂടെ കാണിക്കാമെന്ന് കരുതി. ഇങ്ങനെയാണ്. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കും. ഇതിപ്പോൾ അവനൊഴിച്ചത് ഇത്രയായിപ്പോയി. കണ്ടോ, പൊട്ടുന്ന കണ്ടോ? നല്ല രസമുണ്ട് കാണാനായിട്ട്. വെള്ളം ഒഴിച്ച് കുറേ പടപടാത്തിങ്ങനെ പൊട്ടും. അങ്ങനെ അവസാനത്തതും കൂടെ പൊട്ടി. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ചിക്കൻ വാങ്ങിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ചിക്കൻ വാങ്ങിക്കാൻ വന്നപ്പോഴേക്കും താറാവിനെ കണ്ടു. അപ്പോൾ പിന്നെ താറാവിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അവർ വളർത്തുള്ള താറാവാണ്. അങ്ങനെ വളർത്തിയിട്ട് ഇവിടെ തന്നെ വെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ചിക്കൻ്റെ പരിപാടി മാറ്റിയിട്ട് താറാവിനെ വാങ്ങിക്കാമെന്നായി. താറാവിനെ കണ്ടപ്പോൾ നിറയെ ഉണ്ടായിരുന്നു. ഇത് വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു കടയാണ്. ഒരു വീടായിട്ടാണ്. അവരുടെ ബാക്കിലാണ് വളർത്തണത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സീനറി കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ താറാവിൻ്റെ കറിയൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ചു. നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് താറാവിൻ്റെ കറിയൊക്കെ വെക്കുന്നത്. അങ്ങനെ താറാവിനെ വാങ്ങിക്കാൻ പോയതുകൊണ്ട് നല്ല വ്യൂവും കിട്ടി. ഇതാണ് സ്ഥലം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു. മറൈൻ ഡ്രൈവിലാണ് പോയത്. അപ്പോൾ നൈറ്റിൽ അവിടെ കാണാൻ നല്ല ഭംഗിയാണ്. പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. അവിടുത്തെ ലൈറ്റും അവിടുത്തെ വൈബൊക്കെ നല്ല രസമാണ്. ബോട്ടൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. ഇത് സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള ഫുഡിൻ്റെ സ്പോട്ടാണ്. അതാണ് അതിൻ്റെ പേര്, ഫ്രാങ്ക് എക്സിറ്റ് അങ്ങനെ എന്താ പേര്. അവിടെ ചെന്നൊരു ഷേക്ക് വാങ്ങിച്ചു. ഞാനൊരു ബർഗറും വാങ്ങിച്ചു. ഇതാണ് ഷോപ്പ് വരുന്നത്.
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. താല്പര്യമുള്ളവർ വന്ന് കഴിക്കുക. നല്ല ഫുഡായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.